സംസ്ഥാനത്ത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. റേഷൻ വിതരണം ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോഴത്തെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്ന് വ്യാപാരികൾ പറയുന്നു. നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ രാവിലെ തന്നെ എത്തിയിട്ടുള്ളത്. ഷിജോ കുര്യനിലേക്ക് പോകാം വിശദാംശങ്ങൾക്കായി. ഷിജോ, 3 ദിവസത്തെ റേഷൻ വിതരണമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ഇന്നിപ്പോൾ മസ്റ്ററിംഗ് ആ 3 ദിവസങ്ങളായി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ സെർവർ ഇപ്പോൾ പണിമുടക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ ഇന്ന് നടക്കുമോ? സാഹചര്യം കണക്കിലെടുത്താൽ ഇന്നിപ്പോൾ ആ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് ഇന്നും നാളെയും മറ്റന്നാളും റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തെ ഏതാണ്ട് 16,000-ലധികം വരുന്ന മുഴുവൻ റേഷൻ കടകളിലും മസ്റ്ററിംഗ് ആരംഭിച്ചതോടുകൂടിയാണ് സെർവർ തകരാറിലായത്. ആധാറുമായി ബന്ധിപ്പിക്കുന്ന ഈ പോസ്റ്റ് മെഷീനിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം കുറെ നാളുകളായി തുടരുകയാണ്. ഇന്നിപ്പോൾ റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗിലേക്ക് കടന്നപ്പോഴും സമാനമായ പ്രശ്നമാണ് ഈ പോസ്റ്റിൽ അനുഭവപ്പെടുന്നത്. ടെക്നിക്കൽ എറർ എന്നാണ് ഈ പോസ്റ്റ് മെഷീനിൽ കാണിക്കുന്നത്. ഈ നിലവിലുള്ള ഈ പോസ്റ്റ് മെഷീന്റെ സെർവർ മാറ്റാതെ ഒരു കാരണവശാലും റേഷൻ വിതരണമോ അല്ലെങ്കിൽ ആധാർ കാർഡ് മസ്റ്ററിംഗോ സുഗമമായി നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളാണ് EKYC മസ്റ്ററിംഗ് നടത്തേണ്ടത്. ഈ മാസം മാർച്ച് 31 വരെയാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗിനായിട്ട് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇതിനുള്ള സമയം നീട്ടി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും നീട്ടി നൽകാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നു മുതൽ 3 ദിവസത്തേക്കുള്ള റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ ആദ്യ മണിക്കൂറിൽ തന്നെ EKYC മസ്റ്ററിംഗ് മുടങ്ങുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ഈ 16,000-ലധികം വരുന്ന റേഷൻ കടകളിലും രാവിലെ തന്നെ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. ഈ ആളുകൾ ഇപ്പോൾ ഇത് നടത്താൻ കഴിയാത്തതിൽ ക്ഷുഭിതരായിട്ട് റേഷൻ വ്യാപാരികളോട് കയർക്കുന്ന സാഹചര്യവും പല സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് സാങ്കേതിക തകരാർ ഉടനെങ്ങും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് വ്യാപാരികൾ പറയുന്നത്. എന്തായാലും ഈ പോസ്റ്റ് മെഷീനിലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഹൈദരാബാദിലുള്ള NIC-യുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ പലതവണ നേരത്തെ ഈ പോസ്റ്റ് മെഷീൻ പ്രശ്നങ്ങൾ കാരണം റേഷൻ വിതരണം തടസ്സപ്പെട്ടപ്പോഴും ഹൈദരാബാദിലെ NIC-യുമായി ബന്ധപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി വരും മണിക്കൂറിൽ അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പോൾ എന്തായാലും സെർവർ പണിമുടക്കിയത് കാരണമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കാതെ പോയത്. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വരും മണിക്കൂറിൽ നമുക്ക് അറിയേണ്ടത്. നിരവധി ആളുകൾ രാവിലെ തന്നെ റേഷൻ കടകളിലെത്തി ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ സെർവർ തകരാറ് മൂലം ഒന്നും നടക്കുന്നില്ല. റേഷൻ വിതരണവും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.